ये यही सरपंच साहब नाम रखे हैं और हरमन सरपंच साहब से विश्वविख्यात हो गए। आपको इस नाम देने के लिए മനസ്സിലാകുന്നൊരു ഫീലിംഗ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഞാനൊരു ഒളിമ്പിക്സ് മെഡൽ കണ്ടിട്ടുണ്ട് ഡെഫിനറ്റ്ലി മെഡൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം കയ്യിൽ പിടിക്കില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത് അനുഭവിച്ചറിയാം എന്നുള്ളൊരു കാര്യം ഒരിക്കലും നടന്നിട്ടുണ്ട്. പിന്നെ ചെറുപ്പൂലേക്ക് ഏറ്റവും ഉടനൊരു കാര്യം ഉഷ ചേച്ചിയുടെ സെക്കൻഡ്സുകളുടെ വ്യത്യാസത്തിൽ അപ്പം അത് സ്വന്തമായിട്ട് നേടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഹോക്കി കളിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പ്രചോദനമാവുക. അതിനുശേഷം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ കളിക്കുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർക്കൊരു എക്സാമ്പിളായി മാറുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം നന്നായി കളിക്കുന്നു അത്രത്തോളം വിരോചിതമാവണം നിങ്ങളുടെ ഫിറ്റായിട്ട്. അപ്പം ഒരു ഹോക്കി പ്ലെയറിന് ഇതിൽ കൂടുതൽ എന്താണ് സ്വന്തം കാണാൻ കഴിയും അല്ലേ? ഹോക്കിയുടെ ദൈവമായിട്ടാണ് ടീമിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ടീമിന് ഞാൻ ടീമാണ് എല്ലാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി എന്നുള്ളത് ഒരിക്കലും ക്രിക്കറ്റ് പോലത്തെ ഇൻഡിവിജ്വൽ ഗെയിമാണ്. മോസ്റ്റ് നമ്മൾ ക്രിക്കറ്റ് പറയുന്നത് ബോളേഴ്സ് ബാറ്റ്സ്മാൻ അതേ പറയുന്നത്. പക്ഷേ ഇവിടെ അറ്റാക്കേഴ്സ് ഡിഫൻഡേഴ്സാണ്, ഡിഫൻഡേഴ്സും അറ്റാക്കേഴ്സാണ്. ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം മാത്രമാണ്. അപ്പം അവരില്ലെങ്കിൽ ഒരിക്കലും ഞാനില്ല. ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എന്തായി തീരുന്നത്. അതിനുള്ള എല്ലാ പറയുന്ന അഭിനന്ദനങ്ങളും അവർക്ക് തന്നെ ജേഴ്സി പിൻവലിച്ചിരിക്കുകയാണ് ഹോക്കി ഇന്ത്യ. ശരിക്കും പറഞ്ഞാൽ അതൊരു ചരിത്രത്തിൽ ആദ്യമായാണ് ഈ രൂപത്തിലൊരു വിടവാങ്ങൽ ചടങ്ങ് തന്നെ ഒരുക്കുന്നത്. നമ്പർ ജേഴ്സി പിൻവലിക്കുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ 20 വർഷമായി ഞാൻ ഇന്ത്യൻ ടീമിൽ ജേഴ്സിന് പോകുന്നു. അപ്പം ഇതിൽ കൂടുതൽ ഞാൻ ആഗ്രഹിക്കാനൊന്നും പാടില്ലെന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവസാന ഒളിമ്പിക്സ്, അവസാന ടൂർണമെൻറ്റ്, ബ്രോൺസ് മെഡല്, ലാസ്റ്റ് ഒളിമ്പിക്സിൻ്റെ എന്താ പറയുന്നത് ക്ലോസിംഗ് സെറമണിയിൽ ഇന്ത്യൻ പതാക എത്തുന്നു. താങ്ക്സ് ടു ഉഷ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ പോകണം എന്നുള്ളത്. അതിനുശേഷം നാട്ടിൽ വരുന്നു. ഹോക്കിൻ്റെ എത്രയും വലിയൊരു സെറ്റ് ഓഫ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. എൻ്റെ ഫാമിലി ഇവിടെയുണ്ട്, എൻ്റെ മക്കളൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം 14 നമ്പർ എന്നൊരു ജേഴ്സി എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഹോക്കി പ്ലെയർ എന്ന രീതിയിൽ ഒരു പ്ലെയർ എന്നൊരു കാരിയറിൽ ഉറപ്പായിട്ടും ഏറ്റവും സംതൃപ്തനായിട്ടും സന്തോഷത്തോടെയും ആണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. ഒരു മുണ്ടെടുത്ത് നമ്മുടെ പതക്കൊക്കെ പിടിച്ച് ഏട്ടാ മോനെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ചിന്ത. ഞാൻ 2012 ഒളിമ്പിക്സിന് പോയപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാനെൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞൊരു കാര്യം ഷമീർമാൻ എന്നായിരുന്നു. പുള്ളിക്കാരനും അച്ഛനായിരുന്നു പണ്ടത്തെ. പുള്ളിക്കാരനോട് പറഞ്ഞാൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മുണ്ടെടുത്ത് ലണ്ടൻ്റെ ബ്രിഡ്ജിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം മെഡലൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് ഒരു ഫോട്ടോ വന്നായിരുന്നു. എനിക്കൊന്ന് മതഭൂമിയിലാണെന്ന് തോന്നുന്നു. അന്ന് ഒരു പേപ്പറിൽ ഈ ഒരു ഫോട്ടോ വന്നായിരുന്നു. ഞാൻ മുണ്ടെടുത്ത് ലണ്ടൻ്റെ വില്ലേജിൽ നിൽക്കുന്നൊരു ഫോട്ടോ. പക്ഷെ അതെവിടെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീക്രിയേഷൻ എന്ന പോലെയാണ് ഉറപ്പായിട്ടും ടീച്ചറിൻ്റെ മുമ്പിൽ ആ മുണ്ടുമായിട്ട് ആ മെഡലുമായിട്ട് അതാണ് ബ്യൂട്ടി. ആ മെഡൽ മുണ്ട് എല്ലാവരും എടുക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു മുണ്ട് എടുക്കുന്ന വരുമ്പോൾ കിട്ടിയത് ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മീഡിയ റിപ്പോർട്ടറാണ് എനിക്ക് ആ മുണ്ട് തന്നത്. എനിക്ക് ഞാൻ ചില പറഞ്ഞ ബാക്കിയെല്ലാം ഒരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ തരംഗമാണ് ഇതാ മോനെ. അപ്പോൾ അതായിരിക്കാം എനിക്ക് തോന്നി, അതായിരിക്കാം ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടൊരു ക്യാപ്ഷൻ. അങ്ങനെയാണ് ആ ഒരു ഫോട്ടോയുടെ വന്നത്. ഞാൻ നാളെ ഒരു കോച്ചാവുന്നില്ല. ഞാൻ വീട്ടിൽ പോകും, ഒരു ബ്രേക്ക് എടുക്കും, ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രിപ്പയർ ചെയ്യാനുണ്ട്. അങ്ങനെ മാനസികമായിട്ടൊരു ചേഞ്ചിൻ്റെ വളരെ വലിയ അത്യാവശ്യമുണ്ട്. കാരണം ഇത്രയും നാളൊരു പ്ലെയറായിട്ട് സഡനായിട്ട് ഒരു കോച്ചായി മാറുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. അപ്പം അതെല്ലാം മാറ്റിയിട്ട് കോച്ചായി എന്ന് അല്ലെങ്കിൽ കോച്ചാവാൻ തക്കമായിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ആയതിന് തോന്നുമ്പോൾ മാത്രമാണ് ഈ ജോലിക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ അഭിമാനമാണ്. നമ്മൾ എല്ലാവരും പറയുകയാണ്, പറയുന്നു കേരളത്തെ ഹോക്കിയിൽ കുറെ കൂടി വളരേണ്ടതുണ്ട്. നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു. ഇനി എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത്? എങ്ങനെയാണ് അത് കാണുകയും ചെയ്യുന്നത്? കേരളത്തിൽ നമുക്ക് ആകെയുള്ള 2 ആസ്ട്രോടർഫ്.
ഇന്നത്തെ ഇന്റർനാഷണൽ ഹോക്കി നടക്കുന്നത് മൊത്തം ആസ്ട്രോടർഫുകളിലാണ്. അത് എത്രത്തോളം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, കൂടുതൽ ഗ്രൗണ്ടുകൾ കൊണ്ടുവരണം. ഉറപ്പായിട്ട് സ്പോർട്സ് ടീംസിനെ കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. രണ്ടാമത് ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യണം. കുട്ടികൾ ഹോക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, അവർ കളിക്കണം. കാരണം ഓരോ മാച്ചുകളുമാണ് അവർ നല്ല പ്ലെയറാണ് പക്വതകൾ നടത്തുന്നത്. പ്രഷർ അവർ മനസ്സിലാക്കണം, കളിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കണം, ടൂർണമെൻറ്റിൻ്റെ പ്രഷർ മനസ്സിലാക്കണം. അതിനുശേഷം അവർ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്നു. അതായത് ഇപ്പം ഹോക്കിൻ്റെ ഒത്തിരി നാഷണൽസും ഖേലോ ഇന്ത്യ ഗെയിംസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗെയിംസ്, അല്ലെങ്കിൽ എന്താ പറയുക അക്കാഡമി നാഷണൽസ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ടൂർണമെൻറ്റിൽ കൊണ്ടുവന്നവരെ കളിപ്പിക്കുക. പിന്നെ പല ഇപ്പോൾ തന്നെ ടാറ്റയുടെ ആണെങ്കിലും അവരുടെയൊക്കെ അക്കാഡമീസ്, ഒഡീസയിലാണെങ്കിൽ ഒഡീസ ഗവൺമെൻറ് അക്കാഡമീസ് ഉണ്ട്. അവരുമായിട്ട് MOU സൈൻ ചെയ്ത് ഇവരെ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ കൂടെ ട്രെയിനിങ് ചെയ്യിക്കുക, അവരുമായിട്ട് മാച്ചസ് കളിച്ച് എക്സ്പീരിയൻസ് എടുക്കുക. അതിനുശേഷം പഠിച്ച നാഷണൽസിൽ കൊണ്ടുവന്ന കുട്ടികളെ വിൻ ചെയ്യിപ്പിക്കുക. മെഡലും വാങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് എന്താ പറയുക കോൺഫിഡൻസ് ആവുകയുള്ളൂ. ആ കോൺഫിഡൻസിലൂടെ മാത്രമാണ് അവർ ഇന്ത്യയിലേക്ക് പോകുന്നത്. അപ്പം അതെ, CM-നെയും സ്പോർട്സ് മിനിസ്റ്ററെയും കണ്ട കാര്യങ്ങൾ ആർക്കെങ്കിൽ പറയും. ഉറപ്പായിട്ടും അവർ കാണുമ്പോൾ ഒരു ഹോക്കി പ്ലെയർ എന്ന രീതിയിൽ ഏറ്റവും ഞാൻ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഉറപ്പായിട്ടും അവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഹോക്കി ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ ജോയിൻറ്റ് ഡയറക്ടർ. അപ്പം ഉറപ്പായിട്ടും ഡയറക്ടറിൻ്റെ കൂടെ സംസാരിച്ചിട്ടും കൂടുതൽ സ്കൂളുകളിൽ ഹോക്കി തുടങ്ങുന്നതിനും പിന്നെ അവർക്കുള്ള എക്യുപ്മെൻറ്റ്സ് ബാക്കി കാര്യങ്ങൾക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് മന്ത്രിമാരെ വിളിച്ചിരുന്നു. ഒത്തിരി ഫിലിം ഷോസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഉറപ്പായിട്ടും വളരെ സന്തോഷമാണ്.